പ്രിയമുള്ളവരെ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തകർന്നു പോയൊരവസ്ഥയിലാണെങ്കിൽ ആ കുടുംബത്തെ പണിയുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇരുന്നവനും ഇരിക്കുന്നവനും വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു, ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചു കളയുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ മറിഞ്ഞുകിടന്ന 2 സ്വപ്നങ്ങളായിരുന്നു കുടുംബവും സഭയും. ദൈവം തന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആദ്യ കുടുംബത്തെ ഏദനിൽ സൃഷ്ടിച്ചാക്കി. എന്നാൽ ശത്രുവായവൻ വളരെ തന്ത്രപൂർവം ആ കുടുംബത്തെ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറ്റുവാനിടയായി തീർന്നു. എന്നാൽ ഇന്നും കുടുംബത്തിലൂടെ ദൈവം തന്റെ പദ്ധതിയെ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച വാക്യത്തിൽ 2 വ്യക്തികളെ കാണുവാൻ കഴിയും. ജ്ഞാനമുള്ള ഒരു സ്ത്രീയെയും ഭോഷയായുള്ള ഒരു സ്ത്രീയെയും. ജ്ഞാനമുള്ളവൾ ജ്ഞാനത്താൽ തന്റെ കുടുംബത്തെ പണിയുമ്പോൾ ഭോഷയായവൾ തന്റെ സ്വന്തം കൈകളാൽ കുടുംബത്തെ പൊളിച്ചു കളയുന്നു. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. യഹോവ ഭക്തിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കുടുംബത്തെ പണിയുവാൻ കഴിയുള്ളൂ. ദൈവത്തിൽ നിന്ന് സകല നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചയും പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബിന്റെ ഭാര്യ. എന്നാൽ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പോൾ, എല്ലാം നഷ്ടമായപ്പോൾ, ദുഃഖങ്ങൾ വന്നപ്പോൾ ദൈവത്തെ മറന്ന് ഒരു ഭോഷയെ പോലെ ആയിത്തീരുവാനിടയായി തീർന്നു. എന്നാൽ ഭോഷനായ നാബാലിന്റെ ഭാര്യയായ അബിഗേൽ തന്റെ വിവേകത്താൽ, ജ്ഞാനത്താൽ, പരിജ്ഞാനത്താൽ തന്റെ കുടുംബത്തെ പണിയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബ ജീവിതത്തിൽ തകർന്നു പോയൊരവസ്ഥയിലാണെങ്കിൽ ആ കുടുംബത്തെ പണിയുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. തകർന്നതിനെ പണിയുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. 127-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു. അതെ, ദൈവം നമ്മുടെ കുടുംബങ്ങളെ പണിയട്ടെ. ദൈവത്തിന്റെ കുടുംബമെന്ന മനോഹരമായ സ്വപ്നം നമ്മളിലൂടെ യാഥാർത്ഥ്യമാകാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.